അടുത്തതായിട്ട് ഭരണഘടനയുടെ വർഗീകരണത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. Constitutions are classified into various types based on their nature, the process of amendment and the method of formation. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിൻ്റെയൊക്കെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്? അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട്, അതുപോലെ തന്നെ അതിൽ വരുന്ന ഭേദഗതിക്കനുസരിച്ചിട്ട്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ടാണ്. മെത്തേഡ് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപീകരണ രീതിയുടെ അടിസ്ഥാനത്തിൽ. ഇനി അടുത്തത് നമുക്ക് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ നേച്ചർ, നമുക്ക് എങ്ങനെയാണ് ഭരണഘടനയെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ഏതൊക്കെയാണുള്ളത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിഖിത ഭരണഘടന. അതായത് രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ചിട്ടപ്പെടുത്തി എഴുതിയവയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഉദാഹരണമായിട്ട് ഇന്ത്യൻ ഭരണഘടന, അമേരിക്കൻ ഭരണഘടനയൊക്കെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അലിഖിത ഭരണഘടന. അലിഖിത ഭരണഘടന. ഇവിടെ നിയമങ്ങൾ കൃത്യമായിട്ട് ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ഭരണഘടനയാണ് നമ്മൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇത് യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, ഇവിടുത്തെ ഭരണഘടന. അപ്പം റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി ആർ റിട്ടൺ. അപ്പം ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. കോഡിഫൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ഇൻ ദി ഫോം ഓഫ് എ ബുക്ക്. എന്നിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? അത് ഒരു ബുക്കിൻ്റെ രൂപത്തിലേക്ക് എഴുതി വെച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അടുത്തതാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി ആർ നോട്ട് റിട്ടൺ. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളും നിയമങ്ങളും എഴുതി വെക്കപ്പെട്ടിട്ടില്ല, ഒരു പുസ്തകത്തിലേക്ക് എഴുതി വെക്കപ്പെട്ടിട്ടില്ല. കോഡിഫൈഡ് ഓർ നോട്ട് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ഇൻ ഫോം ഓഫ് എ ബുക്ക്, ഒരു ബുക്കിൻ്റെ രൂപത്തിലേക്ക് അത് മാറ്റപ്പെട്ടിട്ടില്ല. എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. അപ്പോൾ പ്രോസസ് ഓഫ് അമെൻമെൻറ്റിൻ്റെ ബേസിസിൽ എന്തൊക്കെയായിട്ട് തിരിച്ചിട്ടുണ്ട്? റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് രൂപത്തിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോസസ് ഓഫ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി വരുത്തുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് രൂപത്തിലാക്കി തിരിച്ചിട്ടുണ്ട്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനും ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനും. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനമ്യ ഭരണഘടനയാണ് എന്ത് പറയുന്നത്? റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്യ ഭരണഘടനക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അനമ്യ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് വളരെ കർശനമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല കർശനമായിട്ട് നിയമപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമുക്ക് തോന്നിയ പോലെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. അതായത് നമുക്കതിൽ എളുപ്പത്തിൽ ഭേദഗതി ഒന്നും വരുത്താൻ പറ്റില്ല. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ എളുപ്പത്തിൽ ഭേദഗതി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും ഓസ്ട്രേലിയ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ. ഇനി നമ്യ ഭരണഘടന അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള നിയമങ്ങളെയും അതുപോലെ തന്നെ ചട്ടങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതായത് അതിലുള്ള നിയമങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് മേക്കിംഗ് ചേഞ്ചസ് റിക്വയർസ് സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ്. അതായത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ
എന്ത് ചെയ്യണം, പാലിക്കണം. ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിലോ ഈ എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി. ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റം വരുത്താൻ പറ്റും. റിജിഡിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. ഫ്ലെക്സിബിളിന് എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ന്യൂസിലാൻഡ്. ഇനി നെക്സ്റ്റ് ആണ് എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്? മെത്തേഡ് ഓഫ് ഫോർമേഷൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണുള്ളത്? ഇനാക്റ്റഡും ഉണ്ട്, ഇവോൾവ്ഡും ഉണ്ട്. ഇനാക്റ്റഡ് ആൻഡ് ഇവോൾവ്ഡ്. അപ്പം നമുക്ക് എന്ത് പറയാം? ആൻ ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ദാറ്റ് ഈസ് ഡ്രാഫ്റ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഓർ കൗൺസിൽ ആൻഡ് ഈസ് ഫോർമലി ബ്രോഡ് ഇൻ ടു എഫക്റ്റ്. എക്സാമ്പിളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആൻഡ് ഇന്ത്യ. അപ്പോൾ ഇനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഇനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിർമ്മിത ഭരണഘടനയാണ്. അപ്പം നിർമ്മിത ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭരണഘടനാ സമിതിയോ അല്ലെങ്കിൽ കൗൺസിലോ ചേർന്നിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്, അല്ലെങ്കിൽ ഇതിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. എക്സാമ്പിളാണ് അമേരിക്ക, ഇന്ത്യ ഒക്കെ. ഇനി പരിണാമ ഭരണഘടനയാണ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആദ്യത്തത് ഇനാക്റ്റഡ് ആണ്, സെക്കൻഡ് വൺ ഇവോൾവ്ഡ് ആണ്. ഇവോൾവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലക്രമേണ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളോ ആചാരങ്ങളോ കോടതി വിധികളോ ഇവയിലൂടെയൊക്കെ രൂപപ്പെട്ട് വന്നതാണ് ഇത് ഇവോൾവ്ഡ്. നിർമ്മിത എന്ന് പറയുമ്പം, ഇനാക്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പ്രത്യേക ഭരണഘടനാ സമിതിയോ അല്ലെങ്കിൽ കൗൺസിലോ ഒക്കെ ചേർന്ന് കൂടി ആലോചിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് നിർമ്മിത അല്ലെങ്കിൽ ഇനാക്റ്റഡ് ഭരണഘടന. പക്ഷേ പരിണാമ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പാരമ്പര്യത്തിലൂടെയോ ആചാരത്തിലൂടെയോ അല്ലെങ്കിൽ കോടതി വിധിയിലൂടെയോ കാലക്രമേണ അത് രൂപപ്പെട്ട് വന്നതാണ്. എക്സാമ്പിളാണ് യുണൈറ്റഡ് കിങ്ഡം, കാനഡ, അതൊക്കെ. അപ്പം ആൻ ഇൻവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ദാറ്റ് വാസ് ഡെവലപ്ഡ് ഓവർ ടൈം. അതായത് കാലക്രമേണ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇത് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഇൻക്ലൂഡ് അഗ്രിമെൻറ്റ്സ്, ജുഡീഷ്യൽ ഡിസിഷൻസ്, ലോസ്, കൺവെൻഷൻസ് ഇൻ ഫോം ഓഫ് ട്രഡീഷൻ ആൻഡ് കസ്റ്റംസ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? അഗ്രിമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ അഗ്രിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കരാറുകൾ, ജുഡീഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കോടതി വിധികൾ, ലോസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, ആൻഡ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കങ്ങൾ. അപ്പം ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഉണ്ടായിട്ടുള്ള ഭരണഘടനയാണ് ഇവോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തതായിട്ട് ക്ലാസിഫൈ ദി കൺട്രീസ് മെൻഷൻ ആസ് എക്സാമ്പിൾസ് അക്കോർഡിംഗ് ടു ദിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ടു ദി ടേബിൾ ബിലോ. അപ്പോൾ നമുക്ക് പിന്നെ ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൺട്രീസ് താഴെ എഴുതാനാണ് പറയുന്നത്. ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും കൺട്രീസ് താഴെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഒക്കെ പറയാം. അൺറിട്ടൺഡ് എക്സാമ്പിൾ ഏത് കൺട്രി ആയിട്ട് പറയാം? യുണൈറ്റഡ് കിങ്ഡം പറയാം, ന്യൂസിലാൻഡ് പറയാം. അടുത്തത് റിജിഡിന് എക്സാമ്പിളായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ഓസ്ട്രേലിയ പറയാം. ഫ്ലെക്സിബിളിന് എക്സാമ്പിളായിട്ട് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ന്യൂസിലാൻഡ് പറയാം. പിന്നെ ഇനാക്റ്റഡിന് എക്സാമ്പിളായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ഇന്ത്യ. ഇവോൾവ്ഡിന് എക്സാമ്പിളായിട്ട് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് കാനഡ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതാണ് വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നൗ ലെറ്റ് us എക്സാമിൻ വാട്ട് ക്വാളിറ്റീസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എസെൻഷ്യൽ ക്വാളിറ്റീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തേത് നമുക്ക് എന്ത് പറയാം? കോംപ്രഹെൻസീവ്നെസ് പറയാം. കോംപ്രഹെൻസീവ്നെസ്സിൽ ദി പവർ ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ദി റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി സിറ്റിസൺ ഷുഡ് ബി കോംപ്രഹെൻസീവ്ലി സ്റ്റേറ്റഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? കോംപ്രഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രത എന്നാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും ചുമതലകളും ഒക്കെ എന്ത് ചെയ്യണം? വിശദമായും സമഗ്രമായും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പൗരൻ്റെ അവകാശവും ഗവൺമെൻറ്റിൻ്റെ അധികാരവും അതുപോലെ തന്നെ ചുമതലകളൊക്കെ ഭരണഘടനയിൽ കോംപ്രഹെൻസീവായിട്ട്, അതായത് സമഗ്രമായിട്ട് പറയണം എന്നാണ് പറയുന്നത്. അതാണ് കോംപ്രഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാ കാര്യങ്ങളും പറയണം. പിന്നെ പൗരൻ്റെ അവകാശവും ചുമതലയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും മൊത്തം എന്തിൽ പറയണം? ഭരണഘടനയിൽ പറയണം. അടുത്തതാണ് ബ്രെവിറ്റി. ബ്രെവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി പ്രിസൈസ് വിത്ത് എസെൻഷ്യൽ പ്രൊവിഷൻസ്.
അങ്ങനെ പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ ലാളിത്യം അല്ലെങ്കിൽ ലഘുത്വം. അതായത് ഭരണഘടന അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ട് കൃത്യതയുള്ളതാവണം എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കണം. അതായത് ലളിതമായ രീതിയിൽ, ലഘുവായ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം. അല്ലാതെ അനാവശ്യ കാര്യങ്ങളൊന്നും അതിൽ പറയാൻ പാടില്ല. ഇനി അടുത്തതാണ് ക്ലാരിറ്റി. എന്താണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തത. ഭരണഘടനയിൽ എന്ത് വേണം? ഒരു വ്യക്തത വേണം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ എന്ത് വേണം? വ്യക്തത വേണം. ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. അതായത് ഭരണഘടനയിലുള്ള ആ ഒരു വ്യവസ്ഥകൾ യാതൊരുവിധ അവ്യക്തതയും ഇല്ലാതെ വളരെ വ്യക്തമായിട്ട് വേണം അതിൽ പറഞ്ഞിരിക്കാൻ. അടുത്തതാണ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ചലനാത്മകതയെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. അതെന്താണ് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു മേക്ക് ടൈംലി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? സാഹചര്യത്തിനനുസരിച്ച്, മാറുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് ഭരണഘടനയിൽ കൃത്യസമയത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചലനാത്മകത അല്ലെങ്കിൽ ഡൈനാമിസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് സ്യൂട്ടബിലിറ്റി. സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അനുയോജ്യത വേണം. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുയോജ്യമായ രീതിയിലായിരിക്കണം ഭരണഘടന നിലകൊള്ളേണ്ടത്. അല്ലെങ്കിൽ അല്ലാതെ ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യങ്ങൾക്ക് ആവരുത്. ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ മൊത്തം ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ചിട്ട് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവണം, അതായത് നീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവണം ഭരണഘടന നിർമ്മിക്കേണ്ടത്.